വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 21 ജൂലൈ മാസം 2026 രാവിലെ 7:46 ആയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ പാക്ക് ബേസ് ചെയ്ത് ഓപ്ഷൻ ബയ്യറായിട്ട് മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും രാവിലെ 9:30 ആയപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്ന് ഓപ്ഷൻ സെല്ലറിന്റെ ദിവസമാണ്. ഇന്ന് ഓപ്ഷൻ ബയ്യറിന് അവിടെ കാര്യമായിട്ട് പ്രസക്തി ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായി കാണും. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇന്നലെ ഇട്ടിരുന്നു ഗ്രൂപ്പിൽ, അതൊന്ന് പോയി കേൾക്കുക. ഇനി ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ ട്രേഡ് എടുക്കാതെയും ട്രേഡിംഗ് വ്യൂ നോക്കാതെയും ഇരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ അടിച്ചു പോകും. മനസ്സിലായെന്ന് തോന്നുന്നു. കാര്യത്തില് 24,200 സിയും പിയും വിറ്റ ആൾക്കാർ എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുക? 250 രൂപയ്ക്ക് വിറ്റ് കാണും അല്ലെ? 250 രൂപയ്ക്ക് രാവിലെ ഒരു സ്ട്രാഡിൽ ചെയ്ത ഒരു ടീം. ഓക്കെ, വലിയ ടീമായിരിക്കും, വലിയ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ രാവിലെ തന്നെ മനസ്സിലായി 9:30 ആയപ്പോഴത്തേക്കും ആരോ സ്ട്രാഡിൽ, ഇൻട്രാഡേ സ്ട്രാഡിൽ ചെയ്തിട്ടുണ്ട്. 24,200 250 രൂപയ്ക്ക് വിറ്റ ആൾക്കാർക്ക് ഇത് എത്രയാ വന്ന് നിൽക്കണേ? 154. അപ്പോൾ ഓൾമോസ്റ്റ് 100 പോയിന്റിന്റെ ഓപ്ഷൻ സെല്ലറിൽ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ ഇല്ലയോ എന്ന് അറിയണ്ട. പക്ഷെ പ്രോഫിറ്റിലാണ് അവർ, അല്ലെ? 100 പോയിന്റിന്റെ പ്രോഫിറ്റിലാണ് ആ സ്ട്രാഡിൽ ചെയ്ത ആൾക്കാർ. ഇങ്ങനെയുള്ള ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ സെല്ലറായിട്ട് മാറാം. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒരു റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലറായിട്ട് മാറാം. ഓക്കെ, നമുക്ക് ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നമുക്ക് എന്താ പറയുക, ഇത് വന്നിട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ IB ലോ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ എന്ന് പറയും. ഇനിഷ്യൽ ബാലൻസ് ബ്രേക്ക്ഔട്ട് ഫെയിലിയർ എന്ന് പറയും. അതാണ് ഇന്നലെ നടന്നത്. ഇനിഷ്യൽ ബാലൻസ് ബ്രേക്ക്ഔട്ട് ഫെയിലിയർ നടന്നു ലോവിൽ. എന്നിട്ട് തിരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിൽ പോയി ക്ലോസ് ചെയ്തു. ഇന്ന് നമുക്ക് പോയിന്റ് ഓഫ് കൺട്രോൾ 70 രൂപയാണ്, 70 റുപ്പീസ് ആണ്. ഇതാണ് ലെവൽസ്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ കണ്ടിന്യൂവേഷൻ ചാർട്ടിന്റെ ലെവൽസ് ആണ്. 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കുമാണ്. നമുക്ക് ഇന്ന് ഓപ്പണിന്റെ താഴെ നിൽക്കാൻ പാടില്ല. എവിടെ ഓപ്പൺ ആവും എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ബെസ്റ്റ് പ്രീവിയസ് ഡേ ക്ലോസിന് അടുത്ത് അതിന്റെ താഴെ ഓപ്പൺ ആവുകയും ഇന്നത്തെ ഡേ ഓപ്പണിന് താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു താഴോട്ടുള്ള ഒരു മൂവ്, സ്പീഡായിട്ടുള്ള ഒരു മൂവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വീക്ക്ലി കോൺട്രാക്റ്റിന്റെ എക്സ്പയറിയും കൂടെയാണ്. 21 ആയി, മനസ്സിലായില്ലേ? അപ്പം മാസം അവസാനം വന്ന് ചേർന്നിരിക്കുകയാണ്, അടുത്തടുത്ത് വരികയാണ്. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിടുക. നിങ്ങൾക്ക് ഈ വീഡിയോസ്, നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.